നമസ്കാരം. നമ്മുടെ സ്മാർട്ട് ഫോൺ ഇന്നൊരു കമ്പ്യൂട്ടർ മാത്രമല്ല, നമ്മുടെ സ്വകാര്യ ജീവിതത്തിന്റെ താക്കോല് കൂടിയാണ്. ചിത്രങ്ങൾ, സന്ദേശങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ, സംഭാഷണങ്ങൾ എന്നിവയെല്ലാം അതിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഒരു മുന്നറിയിപ്പും നൽകാതെ, നമ്മൾ പോലും അറിയാതെ ഒരു ചിത്രത്തിലൂടെ മാത്രം ഈ വിവരങ്ങൾ ചോർത്താൻ കഴിവുള്ള ഒരു ചാര സോഫ്റ്റ്വെയർ മാസങ്ങളോളം സജീവമായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സാംസങ് ഗാലക്സി ഫോണുകളിൽ ലക്ഷ്യമിട്ട് നടന്ന ഈ സീറോ ക്ലിക്ക് ആക്രമണം ആഗോള സൈബർ സുരക്ഷാ രംഗത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരു വർഷത്തോളം രഹസ്യമായി പ്രവർത്തിച്ച ഈ ഓപ്പറേഷനെ കുറിച്ച് പാലോ ആൾട്ടോ നെറ്റ്വർക്സിന്റെ യൂണിറ്റ് 42 ആണ് ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നത്. യുദ്ധക്കപ്പലിന്റെ അപ്രതീക്ഷിത ആക്രമണം പോലെ നിശബ്ദമായി വന്ന് ലക്ഷ്യം പൂർത്തിയാക്കുന്ന രീതിയാണ് ലാൻഡ് ഫോൾ എന്ന ചാര സോഫ്റ്റ്വെയറിൻ്റെത്. ഇത് ഏതെങ്കിലും സാധാരണ മാൽവെയർ അല്ല, മറിച്ച് വാണിജ്യ ഗ്രേഡിലുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള ചാരവൃത്തിക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. ലാൻഡ് ഫോളിന്റെ ഇൻസ്റ്റലേഷൻ പ്രക്രിയയാണ് ഏറ്റവും ഭീതിജനകവും സങ്കീർണവും. സാധാരണയായി ഒരു വൈറസ് ഫോണിൽ കയറണമെങ്കിൽ നമ്മൾ സംശയകരമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുകയോ വ്യാജ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യണം. എന്നാൽ ലാൻഡ് ഫോളിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലാൻഡ് ഫോൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഒരു സീറോ ക്ലിക്ക് ആക്രമണമായിരുന്നു. അതായത് ഹാക്കർ അയച്ച സന്ദേശം ഫോണിൽ ലഭിച്ചാൽ മാത്രം മതി. ഉപഭോക്താവ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയോ ഡൗൺലോഡ് ചെയ്യുകയോ പോലും ചെയ്യാതെ തന്നെ സ്പൈവെയർ ഇൻസ്റ്റാൾ ചെയ്യപ്പെടും. വാട്സാപ്പിലുള്ള സന്ദേശം അയക്കൽ ആപ്പുകളിലൂടെ സാധാരണ JPEG ചിത്രങ്ങളായി വേഷം മാറിയാണ് ഇത് ഫോണുകളിലേക്ക് കടന്നു കയറിയത്. ലാൻഡ് ഫോളിൻ്റെ നട്ടലായി പ്രവർത്തിച്ചത് സാംസങ്ങിൻ്റെ ഇമേജ് പ്രോസസ്സിംഗ് ലൈബ്രറിയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദുർബലതയാണ്. CVE 2025-21042 എന്ന് രേഖപ്പെടുത്തിയ ഈ ന്യൂനതയാണ് ഹാക്കർമാർ ആയുധമാക്കിയത്. ഹാക്കർമാർ ഉപയോഗിച്ചത് ഡിജിറ്റൽ നെഗറ്റീവ് ഇമേജ് ഫയലുകളാണ്. യഥാർത്ഥത്തിൽ ഉയർന്ന നിലവാരമുള്ള ഇമേജ് ഫയലുകളാണിത്. എന്നാൽ ആക്രമണത്തിനായി ഇത് രൂപമാറ്റം വരുത്തി സാധാരണ JPEG ഫയലുകളായി തോന്നിപ്പിച്ചു. ഈ കൃത്രിമ ചിത്രം വാട്സാപ്പ് വഴി ലഭിക്കുമ്പോൾ സാംസങ് സോഫ്റ്റ്വെയർ ഇത് പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ സുരക്ഷാ പിഴവ് മുതലെടുത്ത് സ്പൈവെയർ നിശബ്ദമായി ഫോണിൽ സ്ഥാനം പിടിക്കുന്നു. ഈ തന്ത്രം ഒരു നിഴലിനെ പോലെ പ്രവർത്തിച്ചു. ഈ ചാരപ്രവർത്തനം സാംസങ് ഉപയോക്താക്കളെ മൊത്തമായല്ല, മറിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെയാണ് ലക്ഷ്യമിട്ടിരുന്നത്. എങ്കിലും പ്രധാനമായും ഗാലക്സി S22, S23, S24 സീരീസുകൾ, തിരഞ്ഞെടുത്ത ഗാലക്സി Z Fold 4, Z Flip 4 സീരീസ് ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നവരാണ് അപകടത്തിലായിരുന്നത്. മാത്രമല്ല, ഈ ഉപകരണങ്ങളിൽ ആൻഡ്രോയിഡ് 13 മുതൽ 15 വരെ പ്രവർത്തിക്കുന്ന പതിപ്പുകൾ ഉണ്ടായിരുന്ന ഉപയോക്താക്കളെയാണ് ഇത് ബാധിച്ചത്. യൂണിറ്റ് 42വിൻ്റെ അഭിപ്രായത്തിൽ ഇത് ഒരു വൻ ജനക്കൂട്ടത്തെ ലക്ഷ്യമിട്ടുള്ള വ്യാപകമായ ആക്രമണമായിരുന്നില്ല, മറിച്ച് ഇന്റലിജൻസ് ശേഖരണം അല്ലെങ്കിൽ രാഷ്ട്രീയ ചാരവൃത്തി പോലുള്ള ആവശ്യങ്ങൾക്കായി തിരഞ്ഞെടുത്ത വ്യക്തികളെ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രത്യേക ഓപ്പറേഷനായിരുന്നു. ഈ ആക്രമണം കൂടുതലും കേന്ദ്രീകരിച്ചിരുന്നത് മൊറോക്കോ, ഇറാൻ, ഇറാഖ്, തുർക്കി തുടങ്ങിയ മിഡിൽ ഈസ്റ്റിലെ പ്രദേശങ്ങളിലായിരുന്നു. ഫോണിൽ ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ലാൻഡ് ഫോൾ ഒരു പൂർണ്ണമായ ചാരനായി പ്രവർത്തിക്കുകയും വളരെ വലിയ അളവിലുള്ള വിവരങ്ങൾ ചോർത്തുകയും ചെയ്തിരുന്നു. സ്വകാര്യ ഡാറ്റകൾ ചോർത്തിയെടുത്തതിൽ ഫോണിലെ ചിത്രങ്ങൾ, സന്ദേശങ്ങൾ, കോൺടാക്റ്റുകൾ, കോൾ ലോഗുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. കൂടാതെ ഇത് തത്സമയ ചാരവൃത്തി നടത്താനും കഴിവുള്ളതായിരുന്നു. ഉപകരണത്തിലെ മൈക്രോഫോൺ ഉപയോഗിച്ച് സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാനും ഉപയോക്താവിൻ്റെ കൃത്യമായ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനും ലാൻഡ് ഫോളിന് സാധിച്ചു. ഇതിന് പുറമെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷനുകൾ, ഫോണിലെ മറ്റ് ഫയലുകൾ തുടങ്ങിയ പ്രധാനപ്പെട്ട വിവരങ്ങളും ഈ സ്പൈവെയർ ചോർത്തിയിരുന്നു. ലാൻഡ് ഫോൾ ചാരപ്രവർത്തനം 2024 ജൂലൈ മുതൽ 2025 ഏപ്രിൽ വരെ ഏകദേശം 10 മാസത്തോളം ആർക്കും തിരിച്ചറിയാൻ കഴിയാതെ പ്രവർത്തിച്ചു. 2024 സെപ്റ്റംബറിൽ സാംസങ്ങിന് ഈ പ്രശ്നത്തെക്കുറിച്ച് റിപ്പോർട്ട് ലഭിച്ചുവെങ്കിലും 2025 ഏപ്രിലിൽ മാത്രമാണ് കമ്പനി ഈ പിഴവ് പരിഹരിച്ചുകൊണ്ട് സുരക്ഷാ പാച്ച് പുറത്തിറക്കിയത്. ഈ കാലയളവിൽ ഉപയോക്താക്കളുടെ ഡാറ്റ ചോർത്തപ്പെട്ടേക്കാമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഒരു മുൻനിര സ്മാർട്ട് ഫോൺ നിർമ്മാതാവിൻ്റെ ഉപകരണത്തിൽ പോലും ഇത്രയും കാലം ഒരു സീറോ ഡേ പിഴവ് നിലനിന്നു എന്നത് സൈബർ സുരക്ഷാ വിദഗ്ധർക്കിടയിൽ ആശങ്കയുണ്ടാക്കി. ഈ ലാൻഡ് ഫോൾ ആക്രമണം ഇപ്പോൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് ഭാവിയിൽ നാം പാലിക്കേണ്ട സൈബർ സുരക്ഷാ മുൻകരുതലുകൾക്ക് ഒരു ശക്തമായ താക്കീതും കൂടിയാണ്. ഏറ്റവും പ്രധാനം, ആൻഡ്രോയിഡ് 13 മുതൽ 15 വരെ പ്രവർത്തിക്കുന്ന സാംസങ് ഗാലക്സി ഉപകരണങ്ങളുടെ ഉപയോക്താക്കൾ തങ്ങളുടെ ഫോണുകൾ 2025 ഏപ്രിൽ മാസത്തിലോ അതിനുശേഷമോ ഇറങ്ങിയ എല്ലാ സുരക്ഷാ അപ്ഡേറ്റുകളും ഉടനടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ്. ഈ പാച്ചാണ് CVE 2025-210-42 എന്ന പ്രധാന സുരക്ഷാ പിഴവ് പരിഹരിച്ചത്. കൂടാതെ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിലോ സന്ദേശം അയക്കൽ പ്ലാറ്റ്ഫോമുകളിലോ അപരിചിതരായ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ഉറവിടം വ്യക്തമല്ലാത്ത ഗ്രൂപ്പുകളിൽ നിന്നോ വരുന്ന ചിത്രങ്ങളോ മീഡിയ ഫയലുകളോ ഒരിക്കലും ഡൗൺലോഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം സീറോ ക്ലിക്ക് ആക്രമണം നടന്നില്ലെങ്കിൽ പോലും ഫയലുകൾ തുറക്കുമ്പോൾ വൈറസ് കയറാൻ സാധ്യതയുണ്ട്. അവസാനമായി, ഫോൺ നിർമ്മാതാക്കൾ നൽകുന്ന എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്ഡേറ്റുകളും കൃത്യസമയത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇത്തരം അപ്ഡേറ്റുകളിലാണ് സുരക്ഷാ പിഴവുകൾ പരിഹരിക്കുന്നത്.
നമ്മുടെ സ്മാർട്ട് ഫോൺ എന്നൊരു കമ്പ്യൂട്ടർ മാത്രമല്ല, സ്വകാര്യതയുടെ യുദ്ധക്കളം കൂടിയാണ്. ലാൻഡ് ഫോൾ പോലുള്ള സംഭവങ്ങൾ വ്യക്തമാക്കുന്നത് ഹാക്കിംഗ് രീതികൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയാണ്. ഒരു ടച്ച് പോലും ആവശ്യമില്ലാത്ത സീറോ ക്ലിക്ക് ആക്രമണങ്ങൾ സാങ്കേതികമായി ഉയർന്ന ഉപകരണങ്ങളെ പോലും നിസ്സഹായമാക്കുന്നുണ്ട്. ഈ വിവരയുഗത്തിൽ ഉപകരണങ്ങൾ അപ്ഡേറ്റ് ചെയ്തും ഡിജിറ്റൽ ലോകത്ത് കൂടുതൽ ജാഗ്രത പാലിച്ചും മാത്രമേ നമുക്ക് നമ്മുടെ സ്വകാര്യത സംരക്ഷിക്കാൻ സാധിക്കൂ. സൈബർ ലോകത്തെ ഈ അദൃശ്യ ഭീഷണികളെ പ്രതിരോധിക്കാൻ ടെക് ഭീമന്മാർ ആശ്രയിക്കുന്നതിനൊപ്പം ഉത്തരവാദിത്തമുള്ള ഡിജിറ്റൽ പൗരന്മാരായി നാം മാറേണ്ടതുണ്ട്.